എവ്രിവൺ, വെൽക്കം ടു ഇറ മാത്സ് ക്ലാസ്. എല്ലാവർക്കും ഇറ മാത്സ് ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 കോഡ്സ് ഉള്ള ടോപ്പിക്കാണ്. അപ്പോൾ ബാക്കി 2 ഡിസ്കസ് ചെയ്ത ടോപ്പിക്കും എല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 2 കോഡ്സാണ്. എന്താ 2 കോഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, സർക്കിളിലെ 2 പോയിൻറ്റ്സ് ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ആ ലൈനിനെ പറയുന്ന പേരാണെന്ത്? കോഡ്. അപ്പോൾ ഇവിടെ തിയറം കൊടുത്തിട്ടുണ്ട്. ഇഫ് 2 chords of the circle intersect within the circle, then the product of the parts of 2 chords are equal. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, 2 കോഡ് ഒരു പോയിന്റ് തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പാർട്സിൻ്റെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇപ്പോൾ ഇവിടെ 2 കോഡാണ് എ ബിയും. ഫിഗർ നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ 2 കോഡാണ് എ ബിയും അതേപോലെ തന്നെ സി ഡിയും. ഇപ്പോൾ എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറഞ്ഞ കോഡും ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതാണ് പി. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പി ആയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എ ബിനെ 2 ഭാഗമാക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? പി എയും അതേപോലെ തന്നെ പി ബിയും. സി ഡിനും പി വെച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? 2 പാർട്സാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, പി സിയും അതേപോലെ തന്നെ പി ഡിയും. തിയറം പറയുന്നത് 2 കോഡ് ഒരു പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദ പാർട്സ് ഓഫ് 2 കോഡ്സ്, അതായത് 2 കോഡിൻ്റെയും പാർട്സ് തമ്മിലുള്ള പ്രൊഡക്റ്റ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതായത് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അപ്പോൾ ആദ്യത്തെ കോഡാണ് എ ബി, അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് പി. സോ വി ഹാവ് 2 പാർട്സ്, ദാറ്റ് ഇസ് പി എ ആൻഡ് പി ബി. സോ വി ക്യാൻ സേ ദാറ്റ് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു, രണ്ടാമത്തെ കോഡാണ് സി ഡി, ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ് പി. ഇപ്പോൾ 2 ഭാഗമാക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെയാണ്? പി സിയും അതേപോലെ തന്നെ പി ഡിയും. സോ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. പ്രൂഫ് കൊടുത്തിട്ടുണ്ട്. The AB and CD are the 2 chords of the circle. ഇപ്പോൾ സർക്കിളിൻ്റെ 2 കോഡാണ് എ ബിയും സി ഡിയും. ഇഫ് ദേ ഇൻ്റർസെക്റ്റ് അറ്റ് ദ പോയിന്റ് പി, അതായത് 2 കോഡും ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണ്, പി എന്ന് പറഞ്ഞ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ റിലേഷൻ ബിറ്റ്വീൻ പി എ പി ബി പി സി ആൻഡ് പി ഡി. എങ്കിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പി എയും പി ബിയും പി സിയും പി ഡിയും തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് എന്ത് ജോയിൻ ചെയ്യുക? സി എയും ജോയിൻ ചെയ്യുക, ബി ഡിയും ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് 2 ട്രാങ്കിൾ കിട്ടും, ട്രാങ്കിൾ പി എ സി ആൻഡ് ട്രാങ്കിൾ പി ഡി ബി. അപ്പോൾ ഇവിടെ പി എ പി സിയും അതേപോലെ തന്നെ ഡി പി ബിയും ഈക്വൽ ആയിരിക്കും, ഓൾട്ടർനേറ്റ് ആംഗിൾസാണ്. അങ്ങനെ നമ്മൾ ആംഗിൾസ് നോക്കുകയാണെങ്കിൽ ഈ 2 ട്രാങ്കിൾസ് എന്തായിരിക്കും? തുല്യമാണ്. സോ ട്രാങ്കിൾസ് തുല്യമാണെങ്കിൽ സൈഡ്സ് എന്തായിരിക്കും? സിമിലർ ആയിരിക്കും അല്ലേ? ട്രാങ്കിൾസ് 2 ട്രാങ്കിൾ തുല്യമാണ്. 2 ട്രാങ്കിൾ തുല്യമാണെങ്കിൽ നമ്മൾ ആ ട്രാങ്കിൾസ് സിമിലർ ആണെന്ന് പറയാൻ പറ്റും. 2 ട്രാങ്കിൾ സിമിലർ ആണെങ്കിൽ നമുക്ക് സൈഡ്സ് പ്രൊപ്പോർഷണൽ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് 9ാം ക്ലാസ്സിൽ അല്ലേ? സോ ദീസ് ട്രാങ്കിൾസ് ആർ സിമിലർ സിൻസ് ദീസ് ആർ സൈഡ്സ് ഓഫ് ദ സിമിലർ ട്രാങ്കിൾസ് ആർ പ്രൊപ്പോർഷൻ. സിമിലർ ട്രാങ്കിളിൻ്റെ സൈഡ്സ് എപ്പോഴും എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. അപ്പോൾ ഏതൊക്കെയാണ് പ്രൊപ്പോർഷൻ? പി എ ബൈ പി സി. അതായത് ഫസ്റ്റ് ട്രയാങ്കിളിൻ്റെ 2 ആംഗിൾസ് ആണ് ഏതൊക്കെയാണ്? സൈഡാണ് പി എയും അതേപോലെ തന്നെ പി സിയും. ഈക്വൽ ടു പി ഡി ബൈ പി ബി. പി ഡി ബൈ പി ബി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അത് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇനി സെക്കൻഡ് തിയറം, ഇഫ് എ ബി ഇസ് ദ ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് സി ഡി ഇസ് ദ പെർപെൻഡിക്കുലർ ടു എ ബി, ദെൻ പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി സി. അതായത് സർക്കിളിൻ്റെ ഡയമീറ്റർ ആണ് എ ബി, സി ഡി എന്ന് പറയുന്നത് എ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈനാണ്. അപ്പോൾ എ ബിക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം പി എയും പി സിയും അതേപോലെ തന്നെ പി ഡിയും എന്തായിരിക്കും? തുല്യമായിരിക്കും. കാരണം ഒരു ലൈനിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് മുറിക്കുന്നത് അല്ലേ? അപ്പോൾ 2 ഭാഗത്തേക്കുള്ള ലൈൻസ് എന്തായിരിക്കും? തുല്യമായിരിക്കും. അപ്പോൾ പി സി ഇസ് ഈക്വൽ ടു പി ഡി ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി എന്നാണ് ശരിക്കും വരേണ്ടത്. അപ്പോൾ പി സിക്ക് പകരം പി ഡിക്ക് പകരം നമുക്ക് എന്തെന്നെ കൊടുക്കുക? പി സി എന്ന് കൊടുക്കുക. സോ പി സി ഇൻറ്റു പി സി, ദാറ്റ് ഈസ് പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. അതായത് സർക്കിളിൻ്റെ ഡയമീറ്ററിന് പെർപെൻഡിക്കുലർ ആയിട്ട് നമ്മൾ 2 കോഡ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ ദ പിക്ചർ
chord AB and CD of a circle are extended to meet at a P. അതായത് എ ബിയും സി ഡിയും ഫിഗർ നോക്കുക കേട്ടോ. എ ബിയും സി ഡിയും എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ട് കോഡ്സാണ്. അത് രണ്ടും നീട്ടി വരച്ച് ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. പ്രൂവ് ദാറ്റ് ദി ആങ്കിൾസ് ഓഫ് ട്രയാങ്കിൾ എ പി സി ആൻഡ് ട്രയാങ്കിൾ പി ബി ഡി ഫോമഡ് ബൈ ജോയിനിങ് എ സി ആൻഡ് ബി ഡി ആർ സെയിം. എന്താ പ്രൂവ് ചെയ്യണ്ടേ? അതായത് എ പി സി എന്നുള്ള ട്രയാങ്കിളും അതേപോലെ അതിൻ്റെ ആങ്കിൾസും പി ബി ഡി എന്ന് പറയുന്ന ട്രയാങ്കിൾസും സെയിം ആണ്, ആങ്കിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യാം. സെക്കൻഡ് വൺ, പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി, അതാണെന്ന് പ്രൂവ് ചെയ്യണം. തേർഡ് വൺ, പ്രൂവ് ദാറ്റ് ഇഫ് പി ബി ഈസ് ഈക്വൽ ടു പി ഡി ദെൻ എ ബി ഡി സി ഇസ് എൻ ഐസോസിലസ് ട്രപ്പീസിയം. പി ബിയും പി ഡിയും തുല്യമാണെങ്കിൽ എന്ത് പ്രൂവ് ചെയ്യണം? എ ബി ഡി സി എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം അത് നോക്കുക, ഇതാണ് ഫിഗർ. അപ്പോൾ നിങ്ങളോട് എന്താ പറഞ്ഞിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ട്രയാങ്കിൾ പി എ പി സി എന്നുള്ള ട്രയാങ്കിളിലെ ആംഗിൾസും ട്രയാങ്കിൾ പി ബി ഡി എന്നുള്ള ട്രയാങ്കിളിലെ ആംഗിൾസും തുല്യമാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ആംഗിൾ സി, അതായത് ട്രയാങ്കിൾ വലിയ ട്രയാങ്കിളാണ് എ പി സി അല്ലേ. അപ്പോൾ അതിലുള്ള ആംഗിൾ സിയും ആംഗിൾ ബിക്ക് എന്തായിരിക്കും? തുല്യമായിരിക്കും. ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ പി സി ഈക്വൽ ടു ആംഗിൾ ബി ഓഫ് ട്രയാങ്കിൾ പി ബി ഡി. കാരണം എന്താ, നമ്മൾ പഠിച്ചു എക്സ്റ്റീരിയർ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത്, എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഇൻറ്റീരിയർ ആംഗിളിൻ്റെ സമ്മാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അല്ലെങ്കിൽ ഓപ്പോസിറ്റ് കോർണറിലുള്ള ആംഗിളിന് തുല്യമാണ്. എനി എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ, ഏതൊരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ എക്സ്റ്റീരിയർ ആംഗിളും ഓപ്പോസിറ്റ് കോർണർ ഉണ്ടാകുന്ന ഇൻറ്റീരിയർ ആംഗിളിന് തുല്യമാണ്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും ആംഗിൾ സി ഓഫ് ട്രയാങ്കിൾ എ പി സി ഈക്വൽ ടു ആംഗിൾ ബി ഓഫ് ട്രയാങ്കിൾ ബി പി ഡി. സെക്കൻഡ് വൺ, ആംഗിൾ പി ഓഫ് ട്രയാങ്കിൾ ബി എ ബി സി, അതായത് ട്രയാങ്കിൾ എ പി സി എന്ന് പറയുന്നതിലും ഒരു ആംഗിളാണ് പി. അതേപോലെ തന്നെ ബി പി ഡി എന്ന് പറയുമ്പോഴും ഒരു ആംഗിളാണ് പി. സോ രണ്ട് ട്രയാങ്കിളിലും സെയിം ആംഗിളാണ് ആംഗിൾ പി. സോ വി ക്യാൻ സേ ദാറ്റ് ആംഗിൾ പി ഈസ് ഈക്വൽ ടു ആംഗിൾ പി, ദാറ്റ് ഈസ് കോമൺ ആംഗിൾ. ഒരു ട്രയാങ്കിളിൻ്റെ രണ്ട് ആംഗിൾസ് തുല്യമാണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾസും എന്തായിരിക്കും? തുല്യമാണ്. ഇതല്ലേ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ രണ്ട് ട്രയാങ്കിളിലെ രണ്ട് ആംഗിൾസും നമ്മൾ കണ്ടു. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിളും എന്തായിരിക്കും? തുല്യമായിരിക്കും. ഇനി സെക്കൻഡ് വൺ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? പ്രൂവ് ദാറ്റ് പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ നമ്മൾ കണ്ടുപിടിച്ചത് എന്താ? രണ്ട് ട്രയാങ്കിളിലെ ആംഗിൾസ് തുല്യമാണെന്ന് കണ്ടുപിടിച്ചു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം ഈ രണ്ട് ട്രയാങ്കിളും എന്താ? സിമിലർ ട്രയാങ്കിളാണ്. സിമിലർ ട്രയാങ്കിൾസ് ആണെങ്കിൽ സൈഡ്സ് എന്തായിരിക്കും? പ്രൊപ്പോർഷണൽ ആയിരിക്കും. ഈ സിമിലർ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എഴുതാം. സിമിലർ ട്രയാങ്കിളിൻ്റെ സൈഡ് ഏതാ? പി എ. സിമിലർ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് എന്ന് പറയുന്നത് പി എയും പി സിയും. ഫസ്റ്റ് ട്രയാങ്കിളാണ് ട്രയാങ്കിൾ എ പി സി. അതിലുള്ള രണ്ട് സൈഡ്സ് ആണ് പി എയും പി സിയും. സോ പി എ ബൈ പി സി ഈസ് ഈക്വൽ ടു പി ഡി ബൈ പി ബി. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. പി എ ഇൻറ്റു പി ബി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. അതല്ലേ പ്രൂവ് ചെയ്യണ്ടേ? അപ്പോൾ അത് എഴുതാം. The sides of similar triangles are proportional. So PA by PC is equal to PC by PD. Rows multiply ചെയ്യുമ്പോൾ നമുക്ക് പ്രൂഫ് കിട്ടും. തേർഡ് ക്വസ്റ്റ്യൻ, പി ബിയും പി ഡിയും തുല്യമാണെങ്കിൽ എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? എ ബി ഡി സി ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ പി ബി ഈസ് ഈക്വൽ ടു പി ഡി ആണെങ്കിൽ നമുക്ക് ആ മേലുള്ള ഇക്വേഷൻ കൊടുക്കുക. പി എ ഇൻറ്റു പി ബി, പി ബിക്ക് പകരം പി ഡി കൊടുത്തു. പി എ ഇൻറ്റു പി ഡി ഈസ് ഈക്വൽ ടു പി സി ഇൻറ്റു പി ഡി. ഇപ്പോൾ രണ്ട് സൈഡിലും കോമൺ ആയിട്ടുള്ള ആംഗിളാണിത്, സൈഡാണിത് പി ഡി. സോ നമുക്ക് രണ്ടും ക്യാൻസൽ ചെയ്യാൻ പറ്റും. ദെൻ വി ക്യാൻ സീ ദാറ്റ് പി എ ഈസ് ഈക്വൽ ടു പി സി. പി എ ഈക്വൽ ടു പി സി. ഇനി പി എക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? പി എക്ക് പകരം ഈ ഫിഗറിൽ നോക്കുക. പി എക്ക് പകരം എന്ത് കൊടുക്കാം? എ പി ബി പ്ലസ് എ ബി കൊടുത്തൂടെ. പി എ എന്ന് പറയുന്നത് പി ബി പ്ലസ് എ ബി ആണ്. അതേപോലെ തന്നെ പി സിക്ക് എന്ത് കൊടുക്കുക? പി ഡി പ്ലസ് സി ഡി ആണ്. അപ്പോൾ അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പി ബി പ്ലസ് എ ബി ഈസ് ഈക്വൽ ടു പി ഡി പ്ലസ് സി ഡി. അപ്പോൾ പി ബിയും പി ഡിയും തുല്യമാണെങ്കിൽ എ ബിയും, അത് ഇപ്പോൾ പി ബിക്ക് വരെ നമ്മൾ പറഞ്ഞു പി ഡി ആണ്, തുല്യമാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെയും കോമൺ ആയിട്ടുള്ള ടേം പി ഡി ആണ്. സോ ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും എ ബി ഈസ് ഈക്വൽ ടു സി ഡി.
അപ്പോൾ ഒരു ഐസോസിലസ് ട്രപ്പീസിയൻ്റെ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് തുല്യമാണെങ്കിൽ മറ്റ് രണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും അല്ലേ. ഓപ്പോസിറ്റ് സൈഡ്സ് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ ദേ ആർ പാരലൽ. അങ്ങനെയാണെങ്കിൽ ABDC എന്ന് പറയുന്നത് ഐസോസിലസ് ട്രപ്പീസിയമാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റും. ഐസോസിലസ് ട്രപ്പീസിയത്തിൻ്റെ കേസ് എന്താ, രണ്ട് സൈഡ്സും എന്തായിരിക്കും, പാരലൽ ആയിരിക്കും. ഇപ്പോൾ രണ്ട് ആംഗിൾസ് തുല്യമാണെങ്കിൽ മറ്റ് രണ്ട് സൈഡ്സ് എന്തായിരിക്കും, പാരലലാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, in the figure a line through a center of the circle cuts a chord into two parts. What is the radius of the circle? ഈ ഫിഗറിൽ ഒരു ലൈന് സെൻറ്ററിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അത് കോഡിനെ, അതായത് നമ്മളെ കോഡ്, ഇവിടെ കോഡ് എന്ന് പറഞ്ഞാൽ AB ആണ്, അതിനെ മുറിക്കുന്നുണ്ട് രണ്ടാക്കിയിട്ട്. അങ്ങനെയാണെങ്കിൽ ഈ സർക്കിളിൻ്റെ റേഡിയസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ സർക്കിളിൻ്റെ റേഡിയസ് ആണ് OC. OC എന്ന് പറയുന്നത് സർക്കിളിൻ്റെ റേഡിയസാണ്. O എന്ന് പറയുന്നത് സർക്കിളിൻ്റെ സെൻറ്റർ ഓഫ് ദ പോയിൻറ്റ്, CD ആണ് സർക്കിളിൽ പോകുന്ന ലൈൻ, CD ആണ് ABനെ എന്ത് ചെയ്യുന്നുണ്ട്, കട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രണ്ട് ഭാഗം കിട്ടും, APയും അതേപോലെ തന്നെ PBയും. അപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും PA ഇൻറ്റു PB is equal to PC ഇൻറ്റു PD. പറഞ്ഞൂടെ, ഇവിടെ PA തന്നിട്ടുണ്ട് 4 സെൻറ്റിമീറ്റർ, PB തന്നിട്ടുണ്ട് 6 സെൻറ്റിമീറ്റർ. PC അറിയാം, PC അറിയോ? CD മൊത്തമാണ് 5 സെൻറ്റിമീറ്റർ. അപ്പോൾ OC എന്ന് പറയുന്നത് എത്രയാ, OC 6 ആണ്. അങ്ങനെയാണെങ്കിൽ PC എന്തായിരിക്കും, R+5. PD എന്ന് പറയുന്നത് R-5 അല്ലേ. ഇങ്ങനെയാണെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, PA ഇൻറ്റു PB ഈസ് ഈക്വൽ ടു 4 × 6 പ്ലസ് APCക്ക് പകരം R+5, PDക്ക് പകരം R-5. അപ്പോൾ 6 × 4 24 ഈക്വൽ R × R R², R × 5 -5 ആർന്ന് വരിക, -5R, പിന്നെ 5 × R +5R. സോ -5Rഉം +5Rഉം ക്യാൻസൽ ആയി പോകും. 5 × 5 25. സോ ഈ 24 is equal to R² - 25. ഈ 25നെ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോയി. സോ R² is equal to 24 + 25. 24ഉം 25ഉം ആഡ് ചെയ്യുമ്പോൾ 49. R² ആണ് 49. സോ R is equal to 7 സെൻറ്റിമീറ്റർ. R എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ റേഡിയസ്. സോ റേഡിയസ് എന്ന് പറഞ്ഞത് 7 സെൻറ്റിമീറ്റർ. ക്ലിയറായി. തേർഡ് ക്വസ്റ്റ്യൻ, if two circles below intersect at P and Q and the lines through these points meet the circle at A, B, C, D. The line AC and BD are not parallel. Prove that if these are of equal length, then ABDC is a cyclic quadrilateral. ഇപ്പോൾ രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞത് ഒരു രണ്ട് പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. രണ്ട് സർക്കിൾ എന്ന് പറഞ്ഞത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് Pയും അതേപോലെ തന്നെ Qയും. The lines through these points A, B, D, C, D എന്നുള്ള പോയിന്റിലൂടെ ഓരോ ലൈൻസ് പോകുന്നുണ്ട്. ദി ലൈൻ AC ആൻഡ് BD ആർ നോട്ട് പാരലൽ. ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ACയും BDയും പാരലൽ അല്ല. പ്രൂവ് ദാറ്റ് ഈക്വൽ ലെങ്ത് ആണെങ്കിൽ, ഇഫ് ദീസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്, ഇത് തുല്യം എല്ലാം ഈക്വൽ ലെങ്ത് ആണെങ്കിൽ ABDC എന്ന് പറഞ്ഞ ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം എന്ത് ചെയ്യുക, കൺസിഡർ ദ ക്വാഡ്രിലാറ്ററൽ APQB. നിങ്ങൾ ആദ്യം ഫിഗർ വരയ്ക്കുക. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വാഡ്രിലാറ്ററൽ കൺസിഡർ ചെയ്യുക APQB. ഇപ്പോൾ ഈ ആംഗിൾ എക്ക് ഞാൻ എക്സ് കൊടുത്തു. ആംഗിൾക്ക് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആംഗിൾ BQB എന്തായിരിക്കും, 180 - x. അതായത് സൈക്ലിക് ക്വാഡ്രിലാറ്ററലിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടി എത്ര കിട്ടണം, 180 ഡിഗ്രി. ഒരു ആംഗിൾ നമ്മൾ എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ മറ്റേ ആംഗിൾ 180 - x. ഇനി BQB 180 - x ആണെങ്കിൽ PQD എന്തായിരിക്കും, PQD 180 ലീനിയർ പെയറാണ്, 180 - 180 - x. അപ്പോൾ എക്സ് എന്ന് കിട്ടും. അപ്പോൾ ദസ് ഇൻ ദ ക്വാഡ്രിലാറ്ററൽ ഇപ്പോൾ ഈ ആംഗിൾ 180, അതായത് PQD 180 x ആണെങ്കിൽ ആംഗിൾ C എന്തായിരിക്കും, 180 - x. അപ്പോൾ ആംഗിൾ A എന്ന് പറയുന്നത് എക്സ് ആണ് എടുത്തിട്ടുള്ളത്, ആംഗിൾ C എന്ന് പറയുന്നത് 180 - x. അപ്പോൾ രണ്ട് ആംഗിൾ കൂടി കൂട്ടി എന്ത് കിട്ടും, 180 കിട്ടും. ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ABDC എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, പ്രൂവ് ചെയ്യാൻ പറ്റും. ക്ലിയർ ആയില്ലേ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഇൻ ദ ഫിഗർ
The circle on left and right intersect this middle circle at PQRS. The line joining them meet the left and right circle at ABCD. Prove that ABDC is a cyclic quadrilateral. The same picture തന്നെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, 2 സർക്കിൾ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ 3 സർക്കിളും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പോയിൻ്റാണ് PQRS. പ്രൂവ് ചെയ്യുക ABDC സൈക്ലിക് ക്വാഡ്രിലാറ്ററലാണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ സെയിം സ്റ്റെപ്പ് തന്നെ എടുക്കുക. ആംഗിൾ എ ഞാൻ എക്സ് എടുത്തു. ആംഗിൾ എ എക്സ് എടുത്തിട്ടുണ്ടെങ്കിൽ ആംഗിൾ PQB പറഞ്ഞത് 180 മൈനസ് എക്സ്. PQS എന്ന് പറഞ്ഞത് എന്തായിരിക്കും, എക്സ് എന്ന് വരിക. ഇനി PQB എക്സ് എടുത്തു അല്ലേ, PQS എക്സ് എന്ന് വരും. PQS എക്സ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ PRS എന്ന് പറഞ്ഞത് 180 മൈനസ് എക്സ്. പി ആംഗിൾ 180 മൈനസ് എക്സ് ആണെങ്കിൽ SRC എന്ന് പറയുന്നത് എക്സ് എന്ന് വരും. അപ്പോൾ CDS എന്ന് പറയുന്നത് 180 മൈനസ് എക്സ്. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി, ആംഗിൾ എ എക്സ് ആണ്, ആംഗിൾ ഡി 180 മൈനസ് എക്സ്, ഇത് രണ്ടും കൂടിയും കൂട്ടി എന്ത് കിട്ടും, 180 ഡിഗ്രി എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് പറയാം ആംഗിൾ ABDC ഇസ് എ സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ് ഇതിലെ 2 ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഇതെല്ലാം ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും മെച്ചപ്പെടുത്താനോ അല്ലെങ്കിൽ ക്ലാസ് സ്പീഡ് കൂടുന്നുണ്ടെങ്കിലോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. താങ്ക് യു.